ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് നാളായിട്ട് വ്ളോഗൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, കുട്ടികൾക്ക് എക്സാമും പിന്നെ റമദാനും ഒക്കെ ആയി കുറച്ച് തിരക്കിലായത് കൊണ്ടാണ്. അപ്പോൾ ആരും എന്നെ മറന്നിട്ടില്ലെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇക്കഴിഞ്ഞ മാർച്ച് 27 മറുവാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്നത്തെ ദിവസം ഞങ്ങൾ വലുതായിട്ട് ആഘോഷിക്കുകയൊന്നും ചെയ്തില്ലെങ്കിലും മറുവാനൊന്ന് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ചെറുതായിട്ട് കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ചു, ഫണ്ണൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും ജാസ്മിനാണ് ബലൂണൊക്കെ വീർപ്പിക്കാറ്. ആ കാര്യത്തിൽ ജാസ്മിനാണ് ഉഷാറ്. പിന്നെ നമ്മൾ അപ്പൂസ് കുറേ വാട്ടർ ബലൂൺസിൽ വെള്ളം നിറച്ച് വെക്കുന്നുണ്ട്. ഇത് അവൾ മറുവാന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനാണെന്നാണ് പറയുന്നത്. പിന്നെ കേക്കൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല ഇത്തവണ, കാരണം മറുവാന് കേക്കിനേക്കാൾ കൂടുതൽ ഇഷ്ടം പുഡിംഗ് ആണ്. അപ്പോൾ അവൻ എപ്പോഴും പറയാറ് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് പുഡിംഗ് ഉണ്ടാക്കി തന്നാൽ മതിയമ്മ എന്നാണ്. അങ്ങനെ ഞാൻ അവന് വേണ്ടിയിട്ട് പുഡിങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ജാസ്മിനും ഞാനും കൂടി ടേബിളൊക്കെ സെറ്റ് ചെയ്തു. ഇത്തവണ അവൻ്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കുന്നില്ലെന്നാണ് മറുവാൻ കരുതിയിരിക്കുന്നത്. അപ്പോൾ മാസിനാണെങ്കിൽ സ്കൂളിലേക്ക് പോയിട്ടാണുള്ളത്. മാസിന് വരാൻ കുറേ നേരമാവും. അപ്പോൾ ഞങ്ങൾ ഏതായാലും മറുവാനെ കൂട്ടി ഇത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഒരു രസത്തിന് വേണ്ടിയിട്ട് വാട്ടർമെലൺ ആയിരുന്നു കേക്കിന് പകരം ഞങ്ങൾ അവനെ കൊണ്ട് കട്ട് ചെയ്യിച്ചത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വത്തക്ക എടുത്തിട്ട് അതിൻ്റെ അരികുകളൊക്കെ ചെത്തി മാറ്റിയിട്ടൊരു കേക്കിൻ്റെ ഷേപ്പിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മറുവാൻ ടീനേജിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു മീശ കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം മറുവാൻ്റെ കണ്ണൊക്കെ കെട്ടിയിട്ട് അപ്പൂസും ബാപ്പയും കൂടി കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. വത്തക്ക മുറിച്ചിട്ട് മറുവാൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു മറുവാൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. നോമ്പ് തുറയ്ക്കായി ഇന്ന് നെയ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ 4 മണിയാകുമ്പോഴാണ് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കാറ്. പിന്നെ നേരത്തെ തന്നെ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തേങ്ങ ചിരകിയതും ജീരകം പിന്നെ കുറച്ച് സവാള എന്നിവയൊക്കെ ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കേണ്ടതുണ്ട്. ജീരകം ഞാൻ എപ്പോഴും വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടാണ് കേട്ടോ അരക്കുമ്പോൾ ചേർക്കാറ്. നല്ല നെയ്പത്തിരി ആവണമെങ്കിൽ നമ്മൾ ഈ അരക്കുന്ന സമയത്ത് തേങ്ങായും ജീരകവും സവാളയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഈ പച്ചരിക്കൂട്ട് പകുതി അരയുന്ന വിധത്തിൽ വേണം അരച്ചെടുക്കാൻ. അപ്പോഴാണ് നെയ്പത്തിരിയുടെ പാകത്തിൽ നമുക്ക് കിട്ടുക. അരച്ചെടുത്ത മാവിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പത്തിരിപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
ആ ഒരു സമയം കൊണ്ട് ഞാൻ കറിക്കുള്ള സവാളയൊക്കെ അരിയുകയാണ്. ഇന്ന് ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നെയ്പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബീഫാണെങ്കിൽ കുറച്ചുകൂടി ഉഷാറായിരിക്കും. നെയ്പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയിട്ടോ. അപ്പോൾ ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ മഴക്കാറൊക്കെ ആയിട്ട് നല്ല ഒരു ഇരുട്ട് മൂടി കിടക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ജോലികൾ ചെയ്യുന്നത്. ഇടയ്ക്ക് ജാസ്മിൻ വന്നിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്. വത്തക്ക മുറിക്കാനും അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അവൾ ചെയ്തെന്നോളും. നമ്മൾ അപ്പൂസിന് നോമ്പില്ലാത്തതുകൊണ്ട് തന്നെ വന്നിട്ട് നെയ്പത്തിരിയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ഇന്ന് പക്വടയായിരുന്നു കേട്ടോ നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്നാക്ക്. ഞാൻ എപ്പോഴും കൂടുതൽ സ്നാക്സൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. ഞങ്ങൾ എന്താണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ആ ഫുഡ് തന്നെയാണ് ഞങ്ങൾ നോമ്പ് മുറിച്ച് കഴിഞ്ഞ് ഉടനെ കഴിക്കാറ്. സ്നാക്സ് വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഇന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് പക്വട ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനായി ഒരു സവാളയും കുറച്ച് ക്യാപ്സിക്കവും അരിഞ്ഞെടുത്തിട്ട് അതിൽ മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കുറച്ച് ഉപ്പും മുളക് പൊടിയും ചേർത്ത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കടലപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ പക്വട ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫ്രഷായിട്ട് പെട്ടെന്ന് നമ്മൾ നോമ്പ് തുറക്കുന്ന അതിന് കുറച്ച് 5 മിനിറ്റ് മുമ്പ് റെഡിയാക്കി എടുത്താൽ മതിയാവും. ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ്. Of course, Saturday. ഇതൊന്നും ഓഫാക്കി തറോണേ. അങ്ങനെ ഞങ്ങളുടെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി അത്താഴത്തിന് വലുതായിട്ടൊന്നും കഴിക്കാറൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കാറേ ഉള്ളൂ നമ്മൾ. മക്കൾക്കൊക്കെ ചിപ്സോ ജ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലും മതി. അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ടൊന്നും രാത്രിയൊക്കെ ഉണ്ടാക്കാറില്ല. ഇതൊക്കെയാണ് ഞങ്ങളുടെ നോമ്പുതുറ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.